ഇന്ന് രാവിലത്തെ തന്നെ കണി ദാണ്ടെ ഇതായിരുന്നു കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ടെന്ന് തോന്നുന്നു. ഇവൻ ഭയങ്കര പരിചയമുള്ള പോലെയാണ് കേട്ടോ നമ്മുടെ ഇടയിൽ കൂടെയൊക്കെ നടന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയി കുറച്ച് മീനൊക്കെ വറക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് പൊതുവേ മീൻ കറിയേക്കാളും ഇതുപോലത്തെ കുഞ്ഞു മീൻ വറുത്തതാണ് ഇഷ്ടം. അങ്ങനെ ചോറിനൊപ്പം മീൻ കറിയും തോരനും പിന്നെ ഒരു ചാറ് കറിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയും കറിയൊന്നും വെച്ച് കഴിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ഇതിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. ഈടായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു മഴയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ മാത്രം ഒരു വെയിൽ കിട്ടുമ്പോൾ തുണി വിരിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ദേ തുണി വിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. എന്നാലും ഒരു സൈഡിൽ കൂടെ മഴക്കാറ് വരുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. കുഴപ്പമില്ല, കുറച്ച് പേര് കുറച്ച് വെയിൽ നമ്മൾ കുറച്ച് തുണിയൊക്കെ എടുത്ത് ഇത് ഓൾറെഡി പകുതിയോളം ഉണങ്ങിയിട്ടുണ്ടായിരുന്ന തുണിയാണ്. അതൊന്നുകൂടെ എടുത്ത് വെയിലത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല. പിന്നെ ജീൻസൊക്കെ ഉണക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. ഇതിനെയൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട് എന്താ കഷ്ടപ്പാട്. ഈ എപ്പോഴും വാഷിംഗ് മെഷീനിട്ട് ഉണക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ കുറേ അധികം തുണികളെല്ലാം കൂടെ കണ്ട വെയിലത്തോട്ടെല്ലാം ഞാൻ പെറുക്കിയിട്ട് കേട്ടോ. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് വലിയ പണി കിട്ടിയത് മനസ്സിലായത്. എന്നാൽ പിന്നെ അകത്ത് കയറി നമ്മൾ കുറേ നേരം വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഈ മഴയൊക്കെയുള്ള സമയത്ത് നമുക്ക് അകത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴയ്ക്കൊരു കോമ്പിനേഷനായിട്ട് ചായയും പഴംപൊരിയും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ അനിയനൊരു ജ്യൂസും കൂടെ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നേ.